ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളുടെ ഈ ഒരു 5 ദിവസത്തെ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നിന്നിട്ടാണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി പലർക്കും അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം, മെറ്റീരിയൽസ് എന്തൊക്കെ വേണം എന്നൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഹൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ എംബ്രോയ്ഡറി റിങ് എന്നൊക്കെ പറയും. ഇതിൻ്റെ പേരാണ് ഹൂപ്പ്. ഹൂപ്പ് 2 ഹൂപ്പുകളായിട്ടാണ് വരുന്നത്. ഒരു സെറ്റ് എന്ന് പറഞ്ഞത് 2 ഹൂപ്പാണ്, ഒന്നിൽ സ്ക്രൂ ഉണ്ടാവും. പിന്നീട് വേണ്ടത് നമുക്ക് വൈറ്റ് മല്ലു ക്ലോത്ത് അല്ലെങ്കിൽ പോപ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നതാണ്. പിന്നീട് വേണ്ടത് നമുക്ക് ത്രെഡ്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ത്രെഡുകൾ അവൈലബിൾ ആണ്. നമുക്ക് പല കമ്പനിയുടെ ത്രെഡുകൾ അവൈലബിൾ ആണ്. ഇത് വരുന്നത് രംഗോളി ത്രെഡാണ്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൂചി, എംബ്രോയ്ഡറി പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്ത്തുള്ള, കുറച്ച് വണ്ണുള്ള, അതുപോലെ തന്നെ ഹോൾസ് ഇതുപോലെ വരുന്ന ഒരു ഹോളുള്ള എംബ്രോയ്ഡറിയുടെ സൂചി നമുക്ക് അവൈലബിൾ ആണ്. ഷോപ്പിലൊക്കെ എംബ്രോയ്ഡറി സൂചി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിമ്മർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പിക്ചർ വരയ്ക്കാൻ കാർബൺ പേപ്പർ. അപ്പോൾ നേരിട്ട് നമ്മൾ പെൻസിൽ കൊണ്ടോ പെന്ന് കൊണ്ടോ ഒന്നും നമ്മൾ ക്ലോത്തിൽ എംബ്രോയ്ഡറിയുടെ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ കാർബൺ പേപ്പർ നിർബന്ധമായിട്ടും വാങ്ങിക്കണം എന്ന് പറയാൻ കാരണം, ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചവർക്ക് അറിയാം, നമ്മൾ നിർബന്ധമായിട്ടും യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് വരയ്ക്കാറുള്ളത്. നമ്മൾ ഈ ഒരു പിക്ചറിനെ എങ്ങനെയൊക്കെ വരക്കും എന്നുള്ളതും ഹാൻഡ് എംബ്രോയ്ഡറിയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഹാൻഡ് എംബ്രോയ്ഡറി നമുക്ക് ഫസ്റ്റ്, അപ്പോൾ തീരെ അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചെറിയ ഒരു സ്റ്റിച്ചിൽ നിന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ മല്ലു ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കാം. നിവർത്തി വെച്ചിട്ട് നമ്മളുടെ ഹൂപ്പ് എടുക്കുക. ഈ ഹൂപ്പിൻ്റെ 2 സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫുൾ റൗണ്ട് വരുന്ന ഹൂപ്പിനെ അടിവശത്ത് വെച്ച് ക്ലോത്തിന് മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഹൂപ്പിൻ്റെ 4 സൈഡ്, അതായത് ഫുൾ റൗണ്ടിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം. 1 ഇഞ്ചിലെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു സ്ക്രൂ വരുന്ന ഹൂപ്പിനെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് നമ്മളിതിനെ അമർത്തി കൊടുക്കുക. ഈ ഒരു ഹൂപ്പിൽ സെറ്റാക്കി കൊടുക്കുക. സെറ്റാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂവിനെ ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ നമുക്ക് വെക്കാൻ കഴിയും. ഇനി നമ്മളെന്ത് ചെയ്യുക, വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക. നല്ലോണം നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം.